അത്യാവശ്യം ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ല കേട്ടോ. എന്നിട്ടും ഞാൻ സ്റ്റോറി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നല്ലോ എന്ന് വിചാരിച്ചാണ് ഇടുന്നത്. അപ്പം ഞാൻ ഒരു സ്റ്റോറിയും കൂടെ രാത്രി ഇടാം, പക്ഷേ വോയിസ് ഉണ്ടാവില്ല. കാരണം എനിക്ക് വോയിസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, അത്രയ്ക്ക് വേദനയാണ്. ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പറയുന്നത്. അപ്പം മരുമകൾ സ്റ്റോറി വോയിസ് ഇല്ലാതെ ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഈ കുറച്ച് ദിവസം കൂടി ഇങ്ങനെ ഇടൂ. കുറച്ച് ദിവസം, ഒത്തിരി ദിവസമൊന്നും ഇടില്ല, ഒരു 2-3 ദിവസമൊക്കെ കൂടി ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വോയിസിൽ ചെയ്യാം. കുഴപ്പമുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അവളുടെ വെളിപ്പെടുത്തലിൻ്റെ ഞെട്ടലിലായിരുന്നു കുറച്ചു സമയം ശ്രീഹരി. തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവർ മറന്നുപോയിരുന്നു. എന്താണ് അവൾ പറഞ്ഞത്? അവള് തൻ്റെ കുഞ്ഞ് അനുജത്തിയായിരുന്നില്ലേ? അവൾക്ക് തന്നോട് ഇത്തരത്തിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ? അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് താനായിരുന്നോ? തൻ്റെ സംശയങ്ങളും ഊഹങ്ങളും എല്ലാം ഒരേപോലെ ആകുന്നത് പോലെ അവന് തോന്നി. ഉച്ച മുതൽ തനിക്ക് ഈ സംശയം തോന്നിയിരുന്നു. അവളുടെ ചില ചെയ്തികളിൽ അത് തോന്നിയപ്പോൾ അങ്ങനെ ആവരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ എന്താണോ താൻ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത് അതുതന്നെയാണ് അവളുടെ നാവിൽ നിന്നും കേട്ടത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രീഹരിയും. എനിക്കറിയില്ല ഹരിയേട്ട, എപ്പം മുതലാണ് ഹരിയേട്ടനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയതെന്ന്. സത്യമായും എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വട്ടം ഹരിയേട്ടൻ ലീവിന് വരുന്നത് വരെ എൻ്റെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹരിയേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഒരിക്കലും അതിനീ ഒരു നിറമായിരുന്നില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചൊരു ദിവസം വെറുതെ ഞാൻ ചിന്തിച്ച് നോക്കിയതാ, നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന്. ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിനെ വിടാതെ പിന്തുടർന്നു ഈ ചിന്ത. അതെന്നെ കൊല്ലാതെ കൊല്ലുന്നു ഹരിയേട്ട. ഹരിയേട്ടനെ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു നോക്കി. വെറും ചാബല്യമാണെന്ന് പറഞ്ഞു നോക്കി, പക്വതക്കുറവാണെന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ ഹരിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും എൻ്റെ മനസ്സിപ്പോൾ. അത്രമേൽ ഞാൻ ഹരിയേട്ടനെ സ്നേഹിച്ചു പോയി. ഹരിയേട്ടനില്ലാതെ അതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പറയുന്നതിനോടൊപ്പം ശക്തമായി തന്നെ കണ്ണുനീർത്തുള്ളികളും അവളെ വരവേൽക്കാൻ എത്തുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീർത്തുള്ളികളെല്ലാം അവളുടെ കവളിന് ചുറ്റും ചാലുകൾ തീർത്തു. ഹരിയേട്ടന് ഒരിക്കലും ചിലപ്പോൾ എന്നെ സ്നേഹിക്കാൻ കഴിയില്ലായിരിക്കും. പക്ഷെ എവിടെയോ തെളിയുന്നൊരു പ്രതീക്ഷയുടെ മാത്രം ചോദിക്കുക, എന്നെ ഹരിയേട്ടൻ്റെ പാതിയായി കാണാൻ കഴിയുമോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോടെയായിരുന്നു അവൾ ചോദിച്ചത്. അവൻ്റെ വലത് കരം അവളുടെ മുഖത്ത് പതിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് തന്നെ അവൾക്ക് മനസ്സിലായത്. അവൻ അടിച്ച വേദനയായിരുന്നില്ല ആ നിമിഷം അവളുടെ മനസ്സിലുണ്ടായത്. ഇത്രത്തോളം ആത്മാർത്ഥമായി പറഞ്ഞിട്ടും തൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അവന് സാധിക്കില്ലല്ലോ എന്നുള്ള ദുഃഖം മാത്രമായിരുന്നു. അവളുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർത്തുള്ളിയിൽ ഒഴുകിപ്പോയത് അവൻ്റെ പ്രതീക്ഷകൾ കൂടിയായിരുന്നു. ചുവപ്പ് രാശി പടർന്ന അവൻ്റെ കണ്ണുകൾ, ചുവന്നു വന്ന മൂക്കും, അവനിൽ ഉണർന്നത് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് അവൾക്ക് വേർതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കണ്ണുകൾക്ക് തന്നെ നോക്കി ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് അവൾക്ക് തോന്നി. ഞാൻ നിൻ്റെ ആരടി? എത്രയോ പവിത്രമായാണ് നീ ഞാനും തമ്മിലുള്ള ബന്ധം. എൻ്റെ മനസ്സിൽ അത് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? നീ എന്നെ കരുതിയിരുന്നത് ഇങ്ങനെയായിരുന്നോ? അവൻ ദേഷ്യത്താൽ ജ്വലിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഹരിയേട്ട, ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. വേണ്ട, കൈ ഉയർത്തി ഹരി തടഞ്ഞു. നീ ചെയ്തതിന് ഇനി കൂടുതൽ ന്യായീകരണങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എൻ്റെ മുൻപിൽ നിന്ന് പോ. അതൊരു ഗർജനമായിരുന്നു എന്ന് അവൾക്ക് തോന്നി. അവൻ്റെ ശബ്ദം വല്ലാതെ പ്രകമ്പനം തീർക്കുന്നത് പോലെ അവൾ മനസ്സിലാക്കി. ഹരിയേട്ട, ഒരിക്കൽ കൂടി അവൾ വിളിച്ചുവെങ്കിലും അവൻ്റെ കണ്ണുകളിലെ ജ്വാല അവളെ എരിക്കാൻ കഴിവുള്ളതാണെന്ന് അവൾക്ക് തോന്നി. പോ. ഒരിക്കൽ കൂടി തിരിഞ്ഞു നിന്നപ്പോൾ അവനത് പറഞ്ഞപ്പോൾ തൻ്റെ മുഖം ഇനി കാണണ്ട എന്ന് ആണവൻ ആഗ്രഹിക്കുന്നതെന്ന് പോലും അവൾക്ക് തോന്നിയിരുന്നു. അവളുടെ ഹൃദയവും വല്ലാതെ വേദനിച്ചു. എങ്കിലും തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞൊരു ചാരിതാർത്ഥ്യം അവൾക്ക് തോന്നി. തൻ്റെ മനസ്സ് ഹരിയേട്ടൻ അറിഞ്ഞല്ലോ എന്ന ആശ്വാസം. ഒരു മഴ പെയ്തൊഴിഞ്ഞതുപോലെ മനസ്സൊന്ന് നിറഞ്ഞു. ഒരിക്കലും ഇത് പറയാതിരുന്നെങ്കിൽ കള്ളം ചെയ്തൊരു കുട്ടിയെപ്പോലെ ആയിരിക്കും തൻ്റെ മനസ്സ്. ഒരിക്കലെങ്കിലും തൻ്റെ മനസ്സ് തുറക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹരിയേട്ടൻ്റെ മുൻപിൽ മനസ്സ് തുറക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നടന്നു. ഇനി ഹരിയേട്ടന് തീരുമാനിക്കാം എന്തും, തന്നെ തള്ളണോ കൊള്ളണോ എന്ന്.
എന്ത് തീരുമാനിച്ചാലും തൻ്റെ മനസ്സിൽ തൻ്റെ പ്രണയത്തിൻ്റെ അവകാശിയായി എല്ലാ കാലത്തും ശ്രീഹരി എന്ന പേര് നിക്ഷിപ്തമായിരിക്കും. മറ്റൊരാളും ആ സ്ഥാനത്തേക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. തനിക്ക് പകരം നൽകേണ്ടത് ഈ ജന്മമാണെങ്കിൽ അതിനും തയ്യാറാണ്. ഒരിക്കലും ഹരിയേട്ടനെ വേദനിപ്പിക്കാനോ ആ സ്നേഹം പിടിച്ചു വാങ്ങാനോ ശ്രമിക്കുകയുമില്ല. ഒരിക്കലും പിടിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് സൗന്ദര്യമുണ്ടായിരിക്കില്ലല്ലോ. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ സ്നേഹം അറിഞ്ഞ ഹരിയേട്ടൻ എന്നെങ്കിലും തന്നെ ആ സ്നേഹം തിരികെ തരുമ്പോൾ 100ആയി തന്നെ തരുമെന്ന് വിശ്വസിക്കാനാണിഷ്ടം. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ആയിരുന്നു നടന്നിരുന്നത്. അവൾ നെഞ്ചിലേക്ക് വിതറിയ അഗ്നിയുടെ ജ്വാലയിൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം ശ്രീഹരി. എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയാമായിരുന്നില്ല. താൻ എന്താണ് അവളോട് പറയുന്നത്? ഒരിക്കലും അവൾ ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യം. പക്ഷെ ഒരു 19 വയസ്സുകാരിയുടെ ചിന്തകളിൽ ഇങ്ങനെയൊന്ന് നടന്നുവെങ്കിൽ അവളെ കുറ്റം പറയാനും തനിക്ക് സാധിക്കില്ലല്ലോ. അവൾക്ക് സംരക്ഷണം നൽകുന്ന കരുതൽ നൽകുന്ന ഒരു മുതിർന്ന പുരുഷനോട് അവൾക്കൊരാകർഷണം തോന്നുന്നു. അത് സ്വാഭാവികമല്ലേ? അതിൽ തനിക്ക് എന്തെങ്കിലും അവളോട് പറയാൻ സാധിക്കുമോ? പക്ഷെ അവൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. തെറ്റായ രീതിയിൽ ഒരു നോട്ടമോ ഭാവമോ തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു കണക്കെടുപ്പ് നടത്തി ശ്രീഹരി. ഇല്ല, ഒരിക്കൽ പോലും അവളോട് മോശമായ രീതിയിൽ താൻ ഇടപെട്ടിട്ടില്ല. ഒരു മോഹം കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുമില്ല. എന്നിട്ടും എങ്ങനെ അവൾക്ക് തന്നെ എങ്ങനെ അങ്ങനെ സാധിച്ചുവെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. തനിക്കെന്നും അവൾ സ്വന്തം പെങ്ങളായിരുന്നു. അങ്ങനെ മാത്രമേ അവളെ കണ്ടിരുന്നുള്ളൂ. അവളോടുള്ള ഇഷ്ടത്തിൻ്റെ നിറം ഒരിക്കൽ പോലും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ വട്ടം കാണുമ്പോഴും വാത്സല്യം കൂടുകയായിരുന്നു. ശ്രീവിദ്യയെപ്പോലെ തന്നെ അവളുടെ ഹൃദയം വേദനിക്കുമ്പോൾ തനിക്കും വേദന തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അവളുടെ മനസ്സിൽ എന്തോ ദുഃഖമുണ്ടെന്ന് തനിക്ക് തോന്നിയത് കൊണ്ടാണ് അവളോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് തന്നെ. അവൾ വേദനിക്കരുതെന്ന് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിച്ചൊരു ഏട്ടൻ്റെ കടമ. അങ്ങനെ മാത്രമേ അതിനെ കരുതിയിരുന്നുള്ളൂ. പക്ഷേ അവൾ അതെല്ലാം മറ്റൊരർത്ഥത്തിലായിരുന്നു കണ്ടിരുന്നത്. കഴിഞ്ഞുപോയ ഓരോ സന്ദർഭങ്ങളും അവൻ മനസ്സിലേക്ക് കൊണ്ടുവന്നു. അവളുടെ ഇടപെടലുകളും ചെയ്തികളും വീണ്ടും വീണ്ടും ഓർത്തെടുത്തു. അപ്പോഴൊക്കെ അവൾ തന്നെ പ്രണയിക്കുകയായിരുന്നുവെന്ന് വീണ്ടും വീണ്ടും ഓർത്തപ്പോൾ ശ്രീഹരിക്ക് മനസ്സിലായി. അവളുടെ ചില പ്രവൃത്തികൾ തന്നിൽ സംശയം ജനിപ്പിച്ചിരുന്നു. അതെല്ലാം തന്നോടുള്ള പ്രണയമായിരുന്നുവെന്ന് മാത്രം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. ഉച്ചയ്ക്ക് മാത്രമാണ് തനിക്ക് അങ്ങനെയൊരു സംശയം തോന്നിയത്. ആ പാട്ടിൻ്റെ ഈരടി താളങ്ങൾ തൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പാടിയപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നത് അവൾ തന്നോട് പാട്ടിലൂടെ പറയുകയായിരുന്നുവെന്ന് ഒരു നിമിഷം താൻ ഓർത്തു. അതെ, ആ നിമിഷം അവൾ തന്നോട് പറയാതെ പറഞ്ഞത് അവളുടെ പ്രണയമായിരുന്നു. അതിലെ നായകൻ താനായിരുന്നുവെന്ന് മാത്രം അറിഞ്ഞിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ താൻ കണ്ടതാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രണയം. എങ്കിലും എന്തുകൊണ്ട് താൻ? ആ ഒരു ചോദ്യം മാത്രം വീണ്ടും അവനിൽ അവശേഷിച്ചു. തന്നേക്കാൾ ചെറുപ്പമാണ് ശ്രീദേവ്. അവനോട് തോന്നാത്തൊരു താല്പര്യം എന്തുകൊണ്ടായിരിക്കും അവൾക്ക് തന്നോട് തോന്നിയത്? അത്രമേൽ എന്ത് പ്രത്യേകതയാണ് തനിക്കുള്ളത്? അവളേക്കാൾ എത്രയോ മുതിർന്ന പുരുഷനാണ്. ഒരിക്കലും തന്നോട് തോന്നാൻ സാധ്യതയില്ലാത്തൊരിഷ്ടം. അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലായില്ല. അത്രമേൽ അവളുടെ മനസ്സിനെ സ്വാധീനിക്കാനും മാത്രം എന്താണ് തന്നിലുള്ള ഗുണം? എവിടെയെങ്കിലും തനിക്ക് തെറ്റുപറ്റിയോ എന്ന് വീണ്ടും വീണ്ടും ശ്രീഹരി ചിന്തിക്കുകയായിരുന്നു. എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും മോശമായി ഒരിക്കൽ പോലും അവളോട് പെരുമാറിയത് അവന് ഓർക്കാൻ സാധിച്ചില്ല. തൻ്റെ ഒരു വാക്കോ നോട്ടമോ അവളിൽ മോശം അനുഭൂതി നിറച്ചിട്ടുണ്ടോ എന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൻ്റെ വിഹ്വലതകളായി അവയെ കാണുവാനായിരുന്നു അവൻ ആഗ്രഹിച്ചത്. പക്ഷേ എന്നിട്ടും സമാധാനം ലഭിക്കുന്നില്ല. തൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അവൾ ചോദിച്ചത് അവളെ ഇഷ്ടപ്പെടാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ അവളുടെ മനസ്സിൽ ആ ഇഷ്ടത്തിന് അത്രത്തോളം ആഴമുണ്ട്. ഒരിക്കലും തനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ അവളുടെ മനസ്സത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. വല്ലാത്ത വിഷമമായിരുന്നു അവന് തോന്നിയത്. ഒപ്പം വലിയ നിസ്സഹായ അവസ്ഥയും. എങ്ങനെയാണ് ഈ പെണ്ണിനെ താൻ പറഞ്ഞു മനസ്സിലാക്കുക? കൗമാരമാണ് പ്രായം. എന്തിനോടും ആകർഷണം തോന്നുന്ന പ്രായം. ഈ പ്രായത്തിൽ താൻ എന്തുപദേശിച്ചാലും അവളുടെ തലയിൽ കയറില്ല. ഈ പ്രായത്തിൽ തോന്നിയൊരിഷ്ടം മാത്രമാണ് തന്നോടുള്ളതെന്ന് അവൻ്റെ മനസ്സിൽ പറഞ്ഞു. ആ പ്രായം കടന്നു പോകുമ്പോൾ ആ ഇഷ്ടം കടന്നു പോകും. അല്ലെങ്കിൽ തന്നെ തങ്ങൾ തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഒന്നും തന്നെ തന്നിലില്ല. തന്നെയും അവളുടെ ഇഷ്ടങ്ങളും എല്ലാം വേറെയാണ്. എന്നിട്ടും എങ്ങനെ അവൾക്ക് തന്നെ ഇഷ്ടപ്പെടാൻ സാധിച്ചു?
ഒരുപക്ഷെ അവളുടെ അച്ഛൻ അവൾക്ക് നൽകുന്ന ആ ഒരു സംരക്ഷണം അവൾക്ക് നൽകിയതുപോലെ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അവൾക്ക് ലഭിക്കാതെ പോയ സംരക്ഷണം തന്നിൽ നിന്നും ലഭിച്ചപ്പോൾ സന്തോഷം കണ്ടിട്ടുണ്ടാവും. അതായിരിക്കാം തന്നോടൊരു പ്രണയമായി പരിണമിച്ചത്. ഒരു നിമിഷം അവളുടെ അവസ്ഥയിൽ ദേഷ്യവും സഹതാപവും തോന്നിയവന്. ചേട്ടാ, കഴിക്കുന്നില്ലേ? ശ്രീവിദ്യയുടെ ചോദ്യമാണ് അവനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത്. വേണ്ട, എനിക്ക് നല്ല തലവേദന പോലെ. ഇത്തിരി ചൂടുവെള്ളം മുറിയിലേക്ക് എടുത്തുകൊണ്ട് വാ. അത്രയും പറഞ്ഞവൻ നേരെ മുറിയിലേക്ക് പോയി. അവൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായിരുന്നു. താഴേക്ക് ചെന്നപ്പോഴും ജാനകിയുടെ കണ്ണുകൾ മുകളിൽ തന്നെയായിരുന്നു. ഇറങ്ങി വരുന്ന വിദ്യയുടെ പിന്നാലെ ഹരിയില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന്. ഹരിച്ചേട്ടൻ എവിടെ? ഹരിയേട്ടന് തലവേദനയാണെന്ന്. കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ പറഞ്ഞു, മറ്റൊന്നും വേണ്ടെന്ന്. അവൻ്റെ ഹൃദയവും വല്ലാത്ത ഭാരം അനുഭവിക്കുന്നുണ്ടെന്ന് ജാനകിക്ക് മനസ്സിലായി. ശ്രീവിദ്യ നേരെ അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ അല്പം ചൂടുവെള്ളവുമായി കോണിപ്പടി കയറാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിലിരുന്ന ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ രാഹുലാണ്. രാഹുലേട്ടൻ വിളിക്കുന്നു, ഞാനിപ്പോൾ വരാം, നീ വെള്ളം കൊടുത്തേക്കേ. അതും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ വെള്ളം അവളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് വിദ്യ പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കായിരുന്നു ജാനകി. എങ്ങനെയാണ് താനിനി അരികിലേക്ക് പോകുന്നത്? അതിനുള്ള ധൈര്യം തനിക്കുണ്ടോ? ഒരിക്കലുമില്ല. തനിക്ക് അരികിലേക്ക് ചെന്ന് സംസാരിക്കാൻ സാധിക്കില്ല. ഇനിയും ആ മുഖം കണ്ടാൽ ഒരുപക്ഷെ താൻ തല കറങ്ങി വീഴുമെന്ന് അവൾക്ക് തോന്നി. ഒരുപക്ഷെ തന്നെ കാണാതിരിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചത്? അപ്പോൾ എങ്ങനെയാ വീണ്ടും താൻ ആ അരികിലേക്ക് പോകുന്നത്? അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും കുറച്ചു സമയം കൂടി നിന്നു. തിരിച്ച് വിദ്യ വരുന്ന ലക്ഷണമൊന്നും കാണാഞ്ഞപ്പോൾ മെല്ലെ അവൾ മുകളിലുള്ള പടികൾ കയറിയിരുന്നു. എന്തും വരട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചു തന്നെ കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.